നമസ്കാരം. രാഹുൽ ഗാന്ധി റായ്ബറേലി മണ്ഡലം നിലനിർത്താനും വയനാട് മണ്ഡലം ഒഴിയാനുമുള്ള തന്റെ തീരുമാനം നേരിട്ടല്ല കെ സുധാകരൻ വഴിയാണ് വയനാട്ടുകാരോട് പറഞ്ഞത്. പക്ഷേ ഇതുകൊണ്ടൊന്നും കാര്യങ്ങളുടെ കിടപ്പുവശം തീർപ്പായിട്ടില്ല. രാഹുൽ എവിടെയാണ് ഒഴിയേണ്ടതെന്നുള്ളതും നിൽക്കേണ്ടതെന്നുള്ളതുമൊക്കെ AIC ആണ് തീരുമാനിക്കേണ്ടത്. എന്തൊക്കെ സംഭവിച്ചാലും ഇനി വയനാടുകാർക്ക് ആനന്ദകരമായ നാളുകളാണ് വരാനിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പോയി കഴിഞ്ഞ് പ്രിയങ്ക ഗാന്ധി ആണോ ഇനി വരാൻ പോകുന്നതെന്ന് കോൺഗ്രസുകാർ ഇപ്പോൾ കൊട്ടിഘോഷിക്കുകയാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നും റായ്ബറേലിയിലേക്ക് പോകുമെന്നായപ്പോൾ രാജ്യം വീണ്ടും വയനാടിനെ ഉറ്റുനോക്കുകയാണ്. ഇതോടുകൂടി വയനാട്ടിൽ ഇനി പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്ന ശക്തമായ ആവശ്യമാണ് കോൺഗ്രസുകാർ ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതെല്ലാം വയനാട്ടുകാർ വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. അവർക്കിതൊക്കെ ശീലമായി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇനിയിപ്പോൾ കോൺഗ്രസിന്റെ വയനാട്ടിലെ പിന്തുടർച്ചാവകാശം ഗാന്ധി കുടുംബത്തിലെ പ്രിയങ്ക ഗാന്ധിക്കാണെന്ന് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ അവരുടെ മത്സരം BJPക്കെതിരായിരിക്കുമോ അതോ ഇടതുപക്ഷത്തിനെതിരായിരിക്കുമോ സംഭവിക്കാൻ പോകുന്നത്? പ്രിയങ്ക ഗാന്ധിക്കെതിരെ BJPയുടെ സ്മൃതി ഇറാനിയോ ധനമന്ത്രി നിർമ്മല സീതാരാമനെയോ വയനാട്ടിൽ മത്സരിപ്പിച്ചാൽ അപ്പോൾ തീരും കോൺഗ്രസിന്റെ ഊതിപ്പെരിപ്പിച്ച കാറ്റെല്ലാം. ശരിക്കും പറഞ്ഞാൽ അത്രയൊക്കെ ഉള്ളൂ ഈ കോൺഗ്രസിന്റെ കാര്യം. സ്വന്തം കുടുംബമാണെന്ന് രാഹുൽ സത്യം ചെയ്ത് പറയുന്ന വയനാടിനെ ഉപേക്ഷിച്ചുവെന്ന ആരോപണം സഹോദരിയുടെ സ്ഥാനാർത്ഥിത്വത്തോടെ ഇല്ലാതാക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസുകാരുടെ വാദം. അല്ലെങ്കിൽ മത്സരിക്കാൻ ഷർട്ട് തുന്നിച്ചിരിക്കുന്ന MM ഹസൻ ഇങ്ങ് ഇറങ്ങി വന്നേക്കും. അത് ഒഴിവാക്കാൻ കെ സുധാകരന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങളും ഉണ്ടാകുന്നുണ്ട്. രാഹുലിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യം ആനി രാജ കാരണം നല്ല കുറവ് വന്നിട്ടുണ്ടായിരുന്നു. 3,64,422 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷം കൊടുത്തിട്ടും വയനാട് മണ്ഡലത്തിലെ ഭൂരിപക്ഷം കോൺഗ്രസ് ദേശീയ നേതൃത്വവും കൈവിട്ട് കളയുമെന്ന പരാതിയും നിലനിൽക്കുന്നുണ്ട്. ഇനി വയനാട്ടിലേക്ക് പ്രിയങ്ക വന്നില്ലെങ്കിൽ ഒരു ആവശ്യവുമില്ലാതെ തൃശൂരിൽ മത്സരിച്ചു തോറ്റ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന അഭിപ്രായവും ഒരു ഭാഗത്തു നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും ഇനി ഒരിക്കൽ കൂടി മുരളീധരന് തോൽക്കാൻ വയ്യെന്നും ഒരു ബ്രീത്തിങ് പീരീഡ് അത്യാവശ്യമാണെന്നും മുരളീധരൻ ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഈ അടുത്തൊന്നും മുരളീധരൻ മത്സരിക്കില്ലെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇപ്പോൾ വട്ടിയൂർക്കാവിൽ മുരളീധരൻ വീണ്ടും സജീവമാകുന്ന സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. എവിടെ നിന്നെങ്കിലും ഒന്ന് ജയിച്ച് കരപറ്റണമല്ലോ. മുരളീധരൻ തൃശ്ശൂരിൽ തോൽക്കാനുള്ള പ്രധാന കാരണം പത്മജ BJPയിലേക്ക് പോയതുകൊണ്ടാണെന്നുള്ളതും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. പോരാട്ട നായിക എന്ന നിലയിൽ ദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ആനി രാജ ഇടതുപക്ഷത്തിന് വേണ്ടി വീണ്ടും ജനവിധി തേടുകയാണെങ്കിൽ അതും വലിയൊരു ജനസാധ്യതയെ ബാധിക്കാൻ ഇടയുണ്ട്. അത് പക്ഷേ AICC അല്ല, ഇടതുപക്ഷമാണ് തീരുമാനിക്കുന്നത് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതുണ്ട്. അതിനുള്ളിൽ കിടന്ന് വിളയാൻ മാത്രം കോൺഗ്രസ് വളർന്നിട്ടുമില്ല. വൻ ഭൂരിപക്ഷത്തോടെ രാഹുൽ ഗാന്ധി വയനാട് ജയിച്ചിട്ടും വയനാടിനെ രാഹുൽ ഗാന്ധി വഞ്ചിച്ചു എന്ന ആരോപണം ഇടതുപക്ഷം ഉന്നയിക്കുന്നു എന്നതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പ്രധാന ആരോപണം. രാഹുലിനെ വയനാട്ടിൽ ജയിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ആനി രാജ ഉറപ്പായിട്ടും വയനാട്ടിൽ ജയിക്കുമായിരുന്നു എന്നത് ആനി രാജയുടെ ഉയർന്ന ഭൂരിപക്ഷം ചൂണ്ടിക്കാട്ടി ഇടതുപക്ഷത്തിന് വ്യക്തമായി സമർത്ഥിക്കാൻ കഴിയും. അതിനെയെല്ലാം ഒന്നൊന്നായി തകർക്കുകയാണ് കോൺഗ്രസിന്റെ വയനാട് സീറ്റ് പ്രതീക്ഷകളെല്ലാം.